സ്വർണം കട്ടട്ടു അറപ്പ, സ്വർണം കട്ടട്ടു അറപ്പ. അയ്യോ അയ്യോ വടികൊടുത്ത് അടിവാങ്ങുക എന്നൊക്കെ പറയാറില്ലേ? അതാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷെ ഇവിടെ കൊടുത്തത് വെറും വടിയല്ല, മുട്ടൻ വടിയാണ്. അതുകൊണ്ട് തിരിച്ചു കിട്ടിയത് മുട്ടൻ അടിയായിപ്പോയി എന്നേയുള്ളൂ. ഇനി രാഹുൽ ഗാന്ധി തലപൊക്കില്ല. ഇനി രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ ഒരു വാക്ക് മിണ്ടാൻ സാധ്യതയില്ല. അത്രയ്ക്ക് വലിയ അടിയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. എന്താണ് എന്നല്ലേ കേൾക്കാം. രാഹുൽ ഗാന്ധി ഈ അഖിലേന്ത്യാ നേതാവാണ്. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ, പ്രാദേശിക പ്രവർത്തകന്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്, ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്. ഇന്ത്യ മുന്നണി രൂപീകരിക്കാനും ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കാനും ശരിയായ ഇടപെടൽ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് CPM. ആ CPM-ന് എതിരെയാണ് കേരളത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ പ്രതിപക്ഷ നേതാവ് കൂടിയായ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്, പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നല്ല അടി തിരിച്ചു കിട്ടുകയും ചെയ്തത്. സാധാരണ രാഹുൽ ഗാന്ധിക്കെതിരെ LDF നേതാക്കൾ, CPM നേതാക്കൾ രൂക്ഷമായ വിമർശനമൊന്നും ഉന്നയിക്കാറില്ല. പ്രിയങ്ക ഗാന്ധിയോടും അതുതന്നെയാണ് സ്വീകരിക്കാറുള്ളത്. ദേശീയ നേതാക്കൾ എന്ന നിലയിൽ ബഹുമാനവും ആദരവും നൽകാറുണ്ട് CPIM നേതാക്കളും പ്രവർത്തകരും. എന്നാൽ ഏതാനും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേട്ട്, പ്രത്യേകിച്ച് KC വേണുഗോപാൽ പറയുന്നത് കേട്ട് അതുപോലെ പറയുകയാണ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി. അതല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എഴുതി കൊടുക്കുന്നത് അതുപോലെ വായിച്ചു പോകുന്ന ആളായി മാറി രാഹുൽ ഗാന്ധി ദേശീയ നേതാവ് എന്ന നിലയിലുള്ള ഔന്നത്യം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതുമാണ്. ഒരു സൗഹൃദ മത്സരത്തിൻ്റെ അന്തരീക്ഷത്തിലേക്കാണ് ദേശീയ നേതാക്കൾ കേരളത്തിലെ മത്സരത്തെ കാണുകയും കൊണ്ടുപോവുകയും ചെയ്യേണ്ടത്. കേരളത്തിലെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയും, രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കും, ആരോപണങ്ങൾ ഉന്നയിക്കും. ഇതൊക്കെ ശരി, അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ചർച്ചയാകും, അവിടെ തീരും. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾ വന്ന് പ്രസംഗിക്കുന്നതും പറയുന്നതും കേരളത്തിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുക, അത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറും. അതുകൊണ്ട് തന്നെയാണ് മിതത്വം പാലിക്കണം, പ്രതിപക്ഷ നേതാവ് എന്ന പദവിയുടെ മാന്യത അദ്ദേഹം പാലിക്കണം, ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന ഔന്നത്യം അദ്ദേഹം ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെ പറയുന്നതും അതുകൊണ്ടാണ്. പക്ഷേ എന്തു ചെയ്യാം, അദ്ദേഹം വന്ന് പെട്ടത് കേരളത്തിലെ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലാണല്ലോ. ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നും പറയുന്നത് പോലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചാരുന്നത് ചാണകത്തിലേക്കാണ് എന്നതാണ് വസ്തുത. അത് രണ്ടർത്ഥത്തിൽ ശരിയുമാണ്. ഒന്ന്, ചാണകം ഒരു പ്രതീകം കൂടിയാണല്ലോ. ആ ചാണകത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് രാഹുൽ ഗാന്ധി. അതിനുള്ള വഴികളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചെയ്തു കൊടുക്കുന്നത്.